നമസ്കാരം. സൈബറിടത്തെ രാഷ്ട്രീയ ഭസ്മാസുരന്മാർ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഭസ്മാസുരന് വരം കൊടുത്ത പോലെയായി പാർട്ടികൾക്ക് സൈബർ അണികൾ. വന്ന് പാർട്ടികളുടെ യഥാർത്ഥ അനുയായി കൂട്ടമാണോ ഇല്ലയോ എന്ന് പാർട്ടിക്കാർക്ക് പോലും തിരിച്ചറിയാത്ത വിധം മുഖമില്ലാത്തവരായി മാറിയ ഈ വെട്ടുകിളി കൂട്ടമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ക്യാമ്പയിൻ സൈബറിടങ്ങളിൽ ഏറ്റെടുക്കുന്നത്. മുഖം വ്യക്തമാക്കാതെ മറഞ്ഞിരിക്കുന്ന വ്യാജ പ്രൊഫൈലുകളും ധാരാളം. ആദ്യമാദ്യം ഈ ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിച്ച രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യതയാവുകയാണ് ഈ സൈബർ പോരാളികൾ. അവർ തന്നെ ഇക്കൂട്ടരെ തള്ളിപ്പറഞ്ഞു തുടങ്ങി. ഇതെല്ലാം ഓർക്കാൻ കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ ഉയർന്ന ഒരു വർഗീയ പരാമർശ പ്രചാരണമാണ്. UDFും ലീഗുമാണ് പിന്നിലെന്ന് LDF സ്ഥാനാർത്ഥി ആരോപണം ഉന്നയിച്ചു. അന്വേഷണം നടത്തണമെന്ന് UDF സ്ഥാനാർത്ഥിയും ആവശ്യപ്പെട്ടു. പ്രചാരണത്തിന്റെ ഉറവിടം UDFുകാരാണെന്ന് തെളിയിക്കാൻ പോലീസിന് ഇതുവരെ ആയില്ല എന്ന് മാത്രമല്ല, പദപ്രയോഗത്തിന്റെ ഉത്തരവാദിത്തം UDFിൽ ആരോപിച്ചുള്ള പ്രചാരണം നടത്തിയതും ആദ്യം ഇത്തരമൊരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരിക്കുന്നതും CPM DYFIക്കാരാണ് എന്നാണ് ഇതുവരെയുള്ള പോലീസ് അന്വേഷണം തെളിയിക്കുന്നത്. പ്രചാരണത്തിന്റെ ഗുണഭോക്താക്കൾ തങ്ങളല്ലാത്തതിനാൽ തങ്ങൾ എന്തിന് ഈ പണിക്ക് പോകണം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം. കാഫിർ വിവാദം കത്തുകയാണ്. ആകാശത്തേക്കോടെ പോണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടണ്ട. ഇതാണ് ഐറ്റം. CPMനെ പ്രതിരോധത്തിലാക്കി കാഫിർ സ്ക്രീൻഷോട്ടിലെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് വാട്സാപ്പിൽ ആദ്യം ഷെയർ ചെയ്തത് വടകരയിലെ DYFI നേതാവ്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം അയ്യോ ഒരു പാട്ട് കേട്ടോ. പരസ്പരം കുഴിക്കുന്ന കുഴികൾ പതിക്കുമ്പം വിവാദമായ കാഫിർ പ്രചരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ്. ഞാൻ ഞെട്ടി. ഇത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും തലയിൽ ചാരിവെച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ CPM നടത്തിയ ക്രൂരമായ ശ്രമമാണ് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. സഖാവേ, ഞാൻ ആ ഊള മലയോര കോൺഗ്രസ്സുകാരും ആ തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. എന്നാ തന്റെ ഉദ്ദേശം നടന്നു. ഞെട്ടി അവരല്ല, ഞാൻ. CPM LDFന്റെ ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായിട്ട് ഈ കാഫിർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് അവിടെ പരിപാടി നടത്തുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് മുഖമില്ലാത്ത ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വിട്ടത് കൊണ്ട് എന്റെ പേരിലല്ല. ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ച് ഇടതുപക്ഷ പ്രവർത്തകരിൽ നിന്നാണ് ആ പ്രയോഗം വന്നത് എന്ന് ഇന്നിപ്പോ വ്യക്തമായിരിക്കുന്നു. രേഖാപരമായി പോലീസിന്റെ കയ്യിൽ അതിനുള്ള എല്ലാ വസ്തുതകളും ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇതേതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ. സൂന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. എന്നോട് ചൂടാവണ എന്തിനാ? ഒരുതരം ഭീകര പ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് CPM നടത്തിയത്. വിദ്വേഷ പ്രവർത്തനത്തിന് ഗവേഷണം നടത്തുന്ന BJP പോലും ഇവരുടെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട സ്ഥിതിയാണ്. ഗുരുവേ, ഇനി ഞാനാണ് ശിക്ഷ. അപ്പോൾ തലശ്ശേരിയിലെ ഒരു കുടുംബം ഇലക്ഷൻ സമയത്ത് ഒരു പാട്ടിറക്കി. ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇബ്ലീസിൻ്റെ പണിപ്പുരയിൽ പണിത്തിരക്കാണ്, മാനവ സൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ചെകുത്താൻ പണിയെടുക്കുന്നുണ്ട്. ഇതായിരുന്നു അവരുടെ വരികൾ. ആരാണ് ഇബ്ലീസ് എന്നും ആരാണ് മാനവ സൗഹാർദ്ദം തകർക്കുന്ന ചെകുത്താൻ്റെ പണിയെടുക്കുന്നത് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമായി. വെളുക്കാൻ തേച്ചത് പാട്ടായി അല്ല പാണ്ടായി. CPMനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കമില്ല. ഇമ്മാതിരിയുടെ ഒരു നിലപാടിലും തെറ്റായ ഒരു സമീപനത്തിൻ്റെയും ഭാഗമായിട്ട് പോകേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. 25-ാം തീയതി ഉച്ചക്ക് ഇമ്മാതിരി ഒരു പോസ്റ്റ് ഇട്ട് ഗുണഭോക്കാവേണ്ട വല്ല കാര്യവും CPMനുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടോ? ഇല്ലാന്ന് വളരെ വ്യക്തമല്ലേ. ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇമ്മാതിരി ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. അതിന് ഗുണഭോക്താക്കൾ ഞങ്ങളല്ലതാനും. അന്വേഷണത്തിൽ പോലീസിന്റെ മെല്ലപ്പോക്ക് ചൂണ്ടിക്കാട്ടിയാണ് UDF CPM ബന്ധം ഇക്കാര്യത്തിൽ ആരോപിക്കാൻ കാരണം. അന്വേഷണം മുറയ്ക്ക് നടക്കട്ടെ എന്ന് CPM. പോലീസിന്റെ നിഷ്പക്ഷതയ്ക്കും സത്യസന്ധതയ്ക്കും അവാർഡ് കൊടുക്കാനുള്ള സമയമല്ല ഇത്. കാരണം എന്താണെന്നറിയോ? കോടതി സത്യം പറഞ്ഞ ചെവിക്ക് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. അല്ല, പോലീസ് ഇത്രയും അന്വേഷിച്ചല്ലോ, അത് ഹൈക്കോടതി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ചെവിക്ക് പിടിച്ചുകൊണ്ടാണ് ഹൈക്കോടതി. ഇല്ലെങ്കിൽ അത് നടക്കില്ല. ഇല്ലെങ്കിൽ ആ പാവപ്പെട്ടവന് നിരപരാധിയായ കാസിം ഇപ്പോൾ പ്രതിയായന് എന്നിട്ട് ആഘോഷിച്ചതിന് ഇവരെല്ലാം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും തലയിൽ വെച്ചിട്ട്
ഷാഫി പറമ്പിലിന്റെയും തലയിൽ വെച്ച് ആഘോഷിച്ചതന്നെ. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. പോലീസ് ആദ്യം എന്നോട് പറഞ്ഞത് ഗിവ് us 48 hours എന്നാണ്. 48 മണിക്കൂർ തരും. ഞാൻ പറഞ്ഞു പോളിംഗ് നാളെ നടക്കാനിരിക്കുക, നിങ്ങൾ ഇതിനകത്തൊരു തീരുമാനം. അപ്പോൾ പറഞ്ഞു 48 മണിക്കൂർ തരും. എന്നിട്ട് പിന്നെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഒരാഴ്ചത്തെ സമയം തരും. പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു 10 ദിവസം സമയം തരും. അപ്പം ഇപ്പം ഈ കണ്ടെത്തിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി എന്ന് അറിഞ്ഞിട്ടും പോലീസ് സ്ലോ മോഷനിലായിരുന്നു. പോലീസ് ഉടനീളം സ്ലോ മോഷനിലായിരുന്നു. പോലീസുകാരെന്നൊരു പേരേ ഉള്ളൂ, ശരിയായിട്ടുള്ള കള്ളന്മാര് ഞങ്ങളാ, ജീവിക്കാൻ വേണ്ടിയാ. അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സംരക്ഷിക്കേണ്ടത് ആരെയാണെന്ന് പോലീസിന് അറിയാവുന്നതുകൊണ്ടാണ്. അന്വേഷണം നടക്കട്ടെ, പോലീസ് അന്വേഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരിക്കുന്നവരിൽ മുൻ CPM MLA വരെ ഉൾപ്പെട്ടതിനാൽ ഉത്തരവാദിത്തം അവർക്കെന്നാണ് UDF വാദം. എന്നാൽ അവർ കാണിച്ച ഈ കൊള്ളരുതായ്മ കണ്ടോ നാട്ടാരെ എന്ന് ബോധ്യപ്പെടുത്താനാണ് ഷെയർ ചെയ്തത് എന്ന് പാർട്ടി സെക്രട്ടറിയുടെ ക്ലീൻ ചിറ്റ്. ഇനി ഇത് ആരാണ് ഉണ്ടാക്കിയതെന്നാണ്. ആരാണ് ഉണ്ടാക്കിയത്? പോലീസിന് അറിയാം ആരാണ് ഉണ്ടാക്കിയത്. പക്ഷെ പോലീസിന് ഭയമാണ്. കാരണം ഉണ്ടാക്കിയ ആളെയും ഉണ്ടാക്കിയ ടീമിനെയും കേരള പോലീസിന് കൃത്യമായി അറിയാം. പക്ഷെ അവരത് മറച്ചു വയ്ക്കുകയാണ്. കാരണം ഉന്നതരായ നേതാക്കന്മാർ CPMന്റെ ഈ ഗൂഢാലോചന അന്വേഷിച്ചാൽ കേരളത്തിലെ ഉന്നതരായ CPM നേതാക്കന്മാർ കൂടുന്നു. ധൃതി വേണ്ട സാർ, അറസ്റ്റിന് ധൃതി വേണ്ടാന്ന്. കാര്യം വളരെ വ്യക്തമാണല്ലോ. ഇത് എവിടെ നിന്നാണ് വന്നത്, ആരാണ് ആദ്യം കൊടുത്തത്, ആരൊക്കെയാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമായി പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, കോടതിയിൽ സമർപ്പിച്ച്. കമ്മീഷണർ പലതും പറയും, താനാ നോക്കണ്ട. കൃത്യമായ സാക്ഷികളും തെളിവുകളും ഒക്കെ കിട്ടിയിട്ട് മതി അറസ്റ്റൊക്കെ. കൂടാതെ ഈ കുട്ടിയച്ചനും മറ്റും ഒരുപാട് ശത്രുക്കളുണ്ട്, അതൊക്കെ വിശദമായി അന്വേഷിച്ചിട്ട് മതി. അല്ല അപ്പൊ ഇതോ, അത് താൻ എന്തെങ്കിലും ചെയ്യടോ. KK ലതിക ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. KK ലതികയുടെ പോസ്റ്റിലും ഇതുണ്ടല്ലോ. അവർ കൂടി ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല പല കാര്യങ്ങളും അന്വേഷിച്ചു പോയാൽ ചില കുടുംബങ്ങളിൽ എത്തിച്ചേരും അന്വേഷണം. അതുകൊണ്ടാണ് പോലീസ് പേര് മടിക്കുന്നത്, പേര് പറയാൻ മടിക്കുന്നത്. അതല്ലേ പറഞ്ഞത്, ചില കുടുംബങ്ങളിൽ എത്തിച്ചേരും. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ, സത്യം പുറത്തു വരും. ഒരു വിഷയവും പുറത്തു വരുന്നതിൽ ഞങ്ങൾ ഉൾക്കൊണ്ടില്ല. കാരണം ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ ഇതിന് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതെ, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ഒരു എത്ര ഗദ്ഗത കണ്ടയായിട്ടാണ് അന്നത്തെ സ്ഥാനാർത്ഥി അത് ഷാഫി പറമ്പലിനെ കുറിച്ച് പറഞ്ഞത്. ഇതെല്ലാം പ്ലാൻ, ഒരു ആസൂത്രണ പോളിംഗ് തീരുന്നതിൻ്റെ തൊട്ട് മുമ്പല്ലേ പറഞ്ഞത്. ഏത് പറഞ്ഞത്? എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ ആര്, ഈ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെ കുറിച്ച്. അപ്പോൾ എത്ര വലിയ ഗൂഢാലോചനയാണ് അതിൻ്റെ പുറകിൽ നടന്നത്. ഇതിൻ്റെ മേലെ പിന്നെ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് KK ലതികക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരാശയം പ്രചരിപ്പിക്കാനല്ല KK ലതിക അത് ഷെയർ ചെയ്തത്. അതിൽ വന്ന കാര്യം ഈ നാടിന് ആപത്താണ് എന്ന കാര്യം സൂചിപ്പിക്കുക ചെയ്തേ. അയ്യോ, ഞാനൊരു പാവം, സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം സാമൂഹ്യ പ്രവർത്തകൻ. CPMകാരുടേതെന്ന് തോന്നിക്കുന്ന ചില സൈബർ ഗ്രൂപ്പുകൾ പാർട്ടി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞതോടെ പാർട്ടിക്കാരും അന്വേഷണം തുടങ്ങി. ആരാണ് ഈ പോരാളി ഷാജിമാർ, അമ്പാടിമുക്ക് സഖാക്കൾ? ജില്ലാ സെക്രട്ടറി വരെ സൈബർ ഗ്രൂപ്പുകൾ വെല്ലുവിളിച്ചതോടെ CPMന് തള്ളിപ്പറയേണ്ടി വന്നിരിക്കുകയാണ് ഇവരെ. എന്റെ പേര് ഷാജി ഉസ്മാൻ. നിങ്ങൾ കുറെ ആളെ പാർട്ടിക്കാരാക്കിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്കാരനാണ് ഈ പോരാളി ഷാജി. ആരാണ് പോരാളി ഷാജി? ഇത് സമൂഹത്തിന് അറിയണ്ടേ? എനിക്കെന്നെ അറിയില്ല ഈ ഷാജി, അങ്ങനെ ഒരു ഷാജി ഉണ്ടോ, പോരാളി ഉണ്ടോ എന്ന് ആർക്കറിയാം. ആരാണോ ഷാജി? സ്ഥല SI അല്ലളിയാ, ഈ മിമിക്രിക്കാർ ജയന്റെ സൗണ്ട് എടുക്കുമ്പോൾ പറയാറുള്ളൊരു ഷാജി ഇല്ലേ? ആരൊക്കെയാണെന്ന് മനസ്സിലായി. പോരാളി ഷാജി, ഒരു വഹാബാന്ന് ഇപ്പോൾ മനസ്സിലായി. റെഡ് ബറ്റാലിയൻ, റെഡ് എൻകൗണ്ടർ കമ്മ്യൂണിസ്റ്റ് എൻകൗണ്ടർ ഒക്കെ റെഡാണ്. എല്ലാം റെഡ് ഹാൻഡിലുകളാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ റെഡ് ഹാൻഡിലുകളാണ്. ഏതാ ഈ ഇടതുപക്ഷം? പോരാളി ഷാജിയാണോ ഇടതുപക്ഷം? ഷാജി എന്നുള്ള പേര് കേട്ട് അറിഞ്ഞുകൂടാ, പറഞ്ഞു കുട്ടികളെ, ഗുണ്ടകളുടെ ശാസ്ത്രീയ നാമമാണ് ഷാജി. പോരാളിമാരുടെയൊക്കെ പേര് വിവരങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് നല്ല ലക്ഷണമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. CPMൻ്റെതല്ലാത്ത നിരവധി CPMൻ്റെ പേര് ഉപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്.
അതിൽ ഒരു പേര് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് പലതും. അതിലൊന്നാണ് പോരാളി ഷാജി. സഖാവിന്റെ അനിയൻ ഷാജി ഉണ്ടോ അവിടെ? ഉഡായിപ്പ് ഷാജി. മിണ്ടാതിരിടോ. അവൻ ഇവിടെ ഇല്ലല്ലോ, എന്താ കാര്യം? അവനെ കുറിച്ച് ചില പരാതികളൊക്കെ കിട്ടിയിട്ടുണ്ട്. സഖാവ് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. അവനെ കിട്ടിക്കഴിഞ്ഞാൽ 2 ദിവസം പിടിച്ച് ഞാൻ അകത്തിടും. പാടോ സാർ നിക്കടവിടെ. താൻ എന്താ പറഞ്ഞേ? അത് പിന്നെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുതെന്നോ? എനിക്ക് ബുദ്ധിമുട്ട് തോന്നും. അവനെ പുറത്തു വിട്ടാൽ അവൻ അകത്ത് തന്നെ കിടക്കണം. ഈ ഗ്രൂപ്പുകളുടെ യഥാർത്ഥ അഡ്മിൻ ആരാണെന്നും എന്താണ് അവരുടെ രാഷ്ട്രീയമെന്നും ആർക്കും ഉറപ്പില്ല. ഇവർ പടച്ചു വിടുന്നതൊക്കെ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവർ കുടുങ്ങിയിരിക്കുകയാണ്. ഷാജി ജോർജ് അല്ലേ? ഞാൻ ഷാജി സുമാരൻ. അത്ര പേജുണ്ട് പോരാളി ഷാജി എന്ന പേര്. പോരാളി ഷാജി ഒഫീഷ്യൽ, പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം? 10 ആണോ 100 ആണോ? എത്ര എണ്ണം? ഈ ഷാജിയാണോടാ? ഷാജി വെള്ളം കുടിച്ചോണ്ടിരിക്കുക. പിന്നെ വിളി. അപ്പൊ ഈ ആരാ? ഞാൻ ഷാജി. ഷാജി ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഡ്മിനാണെങ്കിൽ പുറത്തു വരണം. ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയണം. ഹലോ, ഈ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കണ ഫോണിന്റെ ഉടമസ്ഥന് ഷാജി ജോർജിന് ഫോൺ കൊടുക്കടാ. ഷാജി ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. ഇതൊക്കെ പറ. ഈ ആരടാ? ഞാന് അവന്റെ കൂട്ടുകാരൻ ഷാജി. ഇവരെല്ലാം എന്ത് പാർട്ടി ബന്ധമില്ല എന്ന് കൃത്യമായിട്ട് MP ജയരാജൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവരൊന്നായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. അപ്പൊ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജയറാം പുതുക്കോട്ടയിലെ പുതുമണവാളിൽ ബൈനോക്കുലർ കൊടുത്ത് പ്രേംകുമാറിന്റെ അടുത്ത് കൊടുത്തിട്ട് ഇവന്റെ ആണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ അല്ല അവരുടെയാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതെന്റെ അല്ല ഇവന്റെയാ. വൃത്തികെട്ടവൻ ശവം. എന്റെ അല്ല, പകുതി കാശ് എന്റെ ഉള്ളൂ, ബാക്കി പകുതി ഇവന്റെയാ. അതെ.